everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 9th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCOM Tax Procedures and Practices under Kerala University. Today we are going to begin second chapter, that is Deduction and Collection of Tax at Source. And the main contents we are going to discuss in this lecture are Deduction of Tax at Source and Collection of Tax at Source. Okay, now let us learn about the various ways by which government collects income tax. Government എങ്ങനെയൊക്കെയാണ് ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ, ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, ആൻഡ് സെക്കൻഡ് വൺ, കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. ഇത് രണ്ടിനെയും പറ്റി നമ്മൾ ഈ ലെക്ചറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ആൻഡ് ദ തേർഡ് വൺ, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. വാട്ട് ഡു യു മീൻ ബൈ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്? അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് മീൻസ് നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടാക്സ് അത് നമ്മൾ പേ ചെയ്യേണ്ടുന്ന ഒരു വർഷമുണ്ട്. ആ വർഷത്തിന് മുൻപേ എപ്പോഴെങ്കിലും നമ്മൾ ആ എമൗണ്ട് ഓഫ് ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2020-21 അസസ്മെൻറ്റ് ഇയറിൽ പേ ചെയ്യേണ്ടുന്ന എമൗണ്ട് ഓഫ് ടാക്സ് നമ്മൾ 2019-20 അസസ്മെൻറ്റ് ഇയറിലോ അതിന് മുൻപുള്ള അസസ്മെൻറ്റ് ഇയറിലോ പേ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കേസ് ഓഫ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ആൻഡ് ദ ഫോർത്ത് വൺ, പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓൺ സെൽഫ് അസസ്മെൻറ്റ്. അതായത് സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻ അസസി ഹിംസെൽഫ് അസസ്സസ് ദ വേരിയസ് ഹെഡ്സ് ഓഫ് ഹിസ് ഇൻകം ഡ്യൂറിങ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ വേരിയസ് ഹെഡ്സിൽ നിന്നും അസസിക്കുള്ള ഇൻകം അസസി തന്നെ അസസ് ചെയ്യും. ഓക്കെ, ആൻഡ് ഹി പേയ്സ് ദ ടാക്സ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടാക്സിൻ്റെ എമൗണ്ട് എത്രയാണോ അത് അതോറിറ്റീസിന് പേ ചെയ്യുകയും ചെയ്യും. ദെൻ അതോറിറ്റീസ് ടാക്സ് ലയബിലിറ്റി ഈ പേ ചെയ്ത അസസിക്ക് ആക്ച്വലി എത്രയാണ് എന്നുള്ളത് they will calculate after considering advance payment of tax and TDS. TDSും അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ആക്ച്വലി ഉള്ള എമൗണ്ട് ഓഫ് ടാക്സ് ലയബിലിറ്റി അതോറിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ഈ അസസി പേ ചെയ്ത എമൗണ്ട് എക്സസ് ആണ്, ആക്ച്വലി പേ ചെയ്യേണ്ടുന്ന ടാക്സിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ദ അതോറിറ്റീസ് വിൽ റീഫണ്ട് ദാറ്റ് എമൗണ്ട്, ദാറ്റ് എക്സസ് എമൗണ്ട്. ആ എക്സസ് എമൗണ്ട് അതോറിറ്റീസ് അസസിക്ക് റീഫണ്ട് ചെയ്യും. ഇനി ആക്ച്വലി ഈ അസസി പേ ചെയ്ത എമൗണ്ട് ആക്ച്വൽ ടാക്സ് ലയബിലിറ്റിയേക്കാളും കുറവാണെങ്കിൽ എന്തു ചെയ്യും? ടാക്സ് അതോറിറ്റീസ് അസസിയോട് ബാലൻസ് എമൗണ്ട് എത്രയാണോ അത് പേ ചെയ്യാനായിട്ട് പറയും. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് നോട്ടീസ് ഓഫ് ഡിമാൻഡ്. നമ്മൾ പഠിച്ചതാണ് നോട്ടീസ് ഓഫ് ഡിമാൻഡ്. ഒരു ഡിമാൻഡ് നോട്ടീസ് അസസിക്ക് അയക്കും. ആ ഡിമാൻഡ് നോട്ടീസ് കിട്ടി വിത്തിൻ 30 days ദ അസസി നീഡ് ടു പേ ദ സ്പെസിഫൈഡ് എമൗണ്ട് ഇൻ ദാറ്റ് നോട്ടീസ് ടു ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഓക്കെ, ഓക്കെ, then what do you mean by deduction of tax at source or tax deducted at source, TDS? അതായത് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് എന്താണെന്ന് നോക്കാം. The deduction at source means that the person responsible for making payment of certain incomes to the income earners deduct income tax at the prescribed rates on such incomes before payment is made to them. അതായത് ഇൻകം ഏൺ ചെയ്യുന്ന പേഴ്സണ് ആ ഇൻകത്തിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും.
before making this payment to that income earner, that person who is responsible for making payment, he will deduct income tax at the prescribed rates on such incomes. അതായത് ഫോർ എക്സാമ്പിൾ എംപ്ലോയർ-എംപ്ലോയി റിലേഷൻ പറഞ്ഞാൽ എംപ്ലോയി ആണ് ഇൻകം ഏർണർ ആൻഡ് എംപ്ലോയറോ ഹിസ് എ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ്. ഓക്കെ, പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടു ദാറ്റ് എംപ്ലോയി. എംപ്ലോയിക്ക് ഇൻകം പേ ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി ഉള്ളത് എംപ്ലോയർക്കാണ്. ആൻഡ് ദെൻ ഈ ഒരു ഇൻകം എംപ്ലോയിക്ക് പേയ്മെൻറ്റ് നടത്തുന്നതിന് മുൻപ് എംപ്ലോയർ പ്രിസ്ക്രൈബ്ഡ് റേറ്റ്സിൽ ആ ഏൺ ചെയ്ത ഇൻകത്തിൽ നിന്നും ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്യും. അതായത് എംപ്ലോയർ എംപ്ലോയിക്ക് ഏൺ ചെയ്ത ആ ഇൻകം, സാലറി ആകാം, അങ്ങനെ സാലറി ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൊടുക്കുന്നതിന് മുൻപ് എന്തു ചെയ്യും, എത്ര ഇൻകം ടാക്സ് പ്രിസ്ക്രൈബ്ഡ് റേറ്റ്സിൽ ഇൻകം ടാക്സ് എത്രയാണോ അത് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി കൊടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. ക്ലിയർ ആണല്ലോ? ദെൻ the amount so deducted at source shall be deposited by the deductor in the government treasury within the prescribed time limit. ഇനി ഇങ്ങനെ ഈ ഒരു ഇൻകം ഏർണറിൽ നിന്നും ഈ പേഴ്സൺ, ഈ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്ന പേഴ്സൺ ഡിഡക്റ്റ് ചെയ്യുന്ന ആ ഇൻകം ടാക്സിൻ്റെ എമൗണ്ട് ഗവൺമെൻറ് ട്രഷറിയിൽ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റിനുള്ളിൽ കൊണ്ടുപോയി റെമിറ്റ് ചെയ്യണം. ഓക്കെ, അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം. അതായത് ഈ ഇൻകം ഏർണറിൻ്റെ ഇൻകത്തിൽ നിന്നും പേഴ്സൺ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ്, ആ പേഴ്സൺ ആയിരിക്കുമല്ലോ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് എംപ്ലോയി എംപ്ലോയിയുടെ സാലറിയിൽ നിന്നും എംപ്ലോയർ ഡിഡക്റ്റ് ചെയ്യുന്ന ആ ഇൻകം ടാക്സ് അത് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് ദ ഡിഡക്റ്റർ, ആരാണോ ഡിഡക്റ്റ് ചെയ്യുന്നത് ആ ഡിഡക്റ്റ് ചെയ്യുന്ന പേഴ്സൺ കൊണ്ടുപോയി ഗവൺമെൻറ് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ദ ടാക്സ് സോ ഡിഡക്റ്റഡ് ഇസ് കോൾഡ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന ആ ടാക്സിനെയാണ്, ആ ഏൺ ചെയ്ത ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുന്ന ആ ടാക്സിനെയാണ് ബിഫോർ പേയ്മെൻറ്റ് ഓഫ് സച്ച് ഇൻകം, ആ ഡിഡക്റ്റ് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? Okay, then collection of tax at source or tax collected at source, TCS. Tax collected at source is the tax payable by a seller which he collects from the buyer at the time of sale. അതായത് TCS ആക്ച്വലി പേ ചെയ്യേണ്ടുന്നത് ആരാണ്? ഇറ്റ് ഈസ് പേയബിൾ ബൈ ദ സെല്ലർ. സെല്ലറാണ് പേ ചെയ്യേണ്ടുന്നത്. ആൻഡ് which he collects from the buyer at the time of sale. സെയിൽ നടക്കുന്ന ടൈമിൽ ബയറിൽ നിന്നും സെല്ലർ കളക്ട് ചെയ്ത് പേ ചെയ്യുന്ന ടാക്സ് ആണ് TCS എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് എ ടാക്സ് പേയബിൾ ബൈ ദ സെല്ലർ. സെല്ലറാണ് പേ ചെയ്യേണ്ടുന്നത്. വിച്ച് ഹി കളക്ട്സ് ഫ്രം ദ ബയർ. ബയറിൽ നിന്നും കളക്ട് ചെയ്യുന്നതാണ് സെല്ലർ അറ്റ് ദ ടൈം ഓഫ് സെയിൽ. And section 206C of the Income Tax Act govern the goods on which the seller has to collect tax from the purchaser. അതായത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 206C ഏതൊക്കെ ഗുഡ്സിൻ്റെ സെയിലിൻ്റെ ടൈമിലാണ് സെല്ലറിന് ബയറിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാവുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷനിൽ പറയുന്ന ഗുഡ്സിനൊക്കെ ആണ് അതിൻ്റെ സെയിലിൻ്റെ ടൈമിലാണ് ബയറിൽ നിന്നും, അതായത് പർച്ചേസേഴ്സിൽ നിന്നും സെല്ലർ ടാക്സ് കളക്ട് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, hope you all understand about TDS and TCS, that is tax deducted at source and tax collected at source, or deduction of tax at source and collection of tax at source.
താങ്ക് യു.